ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ ഒരു ഒഴിവ് ദിവസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരു യാത്ര പോവുകയാണ്. ഞങ്ങൾ ഒരു ചെറിയൊരു യാത്ര കണ്ടിട്ട് വരാം. ആദ്യം തന്നെ ഞങ്ങളൊരു ലാപ്ടോപ്പ് എടുക്കാനാണ് കേട്ടോ പോണത്. വാവയ്ക്ക് ഒറ്റപ്പാലം മൈജിയിലേക്കാണ് പോണത്. അങ്ങനെ ഞങ്ങൾ മൈജിയിലേക്ക് എത്തിയിട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് മൈജിയിൽ. പൊന്നും വാവിയും സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇച്ചുട്ടനും അവരെ കൂടെ കൂടിയിട്ടുണ്ട്. പൊന്നു ചേച്ചിയുടെ ഒക്കത്തുനിന്ന് ഇറങ്ങണില്ല ഇച്ചുട്ടൻ. അങ്ങനെ ഞാനും ചേച്ചി അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നടന്ന് കണ്ടു. അപ്പോഴേക്കും ഇച്ചുട്ടൻ പൊന്നു ചേച്ചിയുടെ അടുത്ത് നിന്ന് വാവ ചേച്ചിയുടെ അടുത്തേക്ക് ചാടിയിട്ടുണ്ട് കേട്ടോ. നല്ല കളിയാണ് അവിടെ. അങ്ങനെ ലാപ്ടോപ്പ് എടുത്തു. വാവ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇച്ചുട്ടൻ നല്ല പൊരിഞ്ഞ കളിയാണ് കേട്ടോ. അവന് അങ്ങനെയൊന്നുമില്ല, എവിടെ ചെന്നാലും അവന് നന്നായി കളിക്കണം. വാവ ചേച്ചിക്ക് മാത്രമാണോ ലാപ്ടോപ്പ് ഉള്ളത്, എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് അവ അവിടെ ഇരിക്കണ എന്തൊക്കെയോ വലിച്ച് ഇടുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ അവനെ പൊക്കി സോഫയിൽ വെച്ചു. അവിടെ ഒന്നും ഇരിക്കണില്ല കേട്ടോ, വീണ്ടും അവിടെ നിന്ന് വരുന്നുണ്ട്. ആരൊക്കെ നോക്കി കണ്ണെറുക്കണോ, എന്തൊക്കെ കാണിച്ച് കൈയടിക്കണോ. അതിനുശേഷം ഞാനും ചേച്ചിയും കുറേ വീഡിയോസും സെൽഫിയും ഒക്കെ എടുക്കുകയാണ് കേട്ടോ. ഞങ്ങളെവിടെ പോയാലും സ്ഥിരമുള്ള പരിപാടിയാണിത്. അങ്ങനെ ലാപ്ടോപ്പൊക്കെ കിട്ടി സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇനി ഞങ്ങളുടെ അടുത്ത പ്ലാന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ, നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളുടെ സ്ഥിരം പരിപാടി തുടങ്ങി കേട്ടോ. ഞാനും ചേച്ചിയും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ എടുത്തു. ഞങ്ങൾ നല്ല ഹാപ്പിയാണ് കേട്ടോ. അത് ഞങ്ങളുടെ മുഖത്തുനിന്ന് നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ നല്ല സന്തോഷത്തിലാണ്. അങ്ങനെ ഞാനും അനിയത്തിയും കൂടിയിട്ട് സെൽഫി എടുത്ത് നടന്നപ്പോഴാണ് ചേട്ടൻ ഫുഡായിട്ട് പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് നടന്ന് കണ്ടു. എല്ലായിടത്തും നല്ല രസമാണ് കേട്ടോ അവിടെയൊക്കെ കാണാൻ. അപ്പോൾ ഞാനും അനിയത്തിയും കൂടിയിട്ട് നല്ല അവിടെയൊക്കെ നടന്നു. അപ്പോൾ വാവ ഇച്ചുട്ടനായിട്ട് കളിക്കണു. ഇച്ചുട്ട വാവ ചേച്ചിയുടെ തലയിൽ കയറി. നല്ല കളിയാണ് കേട്ടോ ഇച്ചുട്ടൻ്റെ കളി കണ്ടാ നല്ല രസമുണ്ട്. ചേട്ടൻ തീരെ വാവ ചേച്ചിയുടെ അടുത്ത് നിന്ന് ഇറങ്ങണില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഫുഡൊക്കെ അവിടെ കൊടുന്ന് ചെന്ന് വെച്ചിട്ട് ക്യാമറയ്ക്കൊന്നും വരുന്നില്ല. അപ്പോൾ വാവ ചേച്ചിയുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ വന്നു ഇങ്ങോട്ട് തിരിച്ച് നിർത്തിയപ്പോൾ ടാറ്റ കാണിക്കണു. നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കണത്. നല്ല അടിപൊളി പ്ലേസാണ്, നല്ല തണുപ്പ്. നേരെ നോക്കി കാണുന്നത് പാടാണ് കേട്ടോ. പാടത്ത് നിറച്ചും കൊറ്റികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചിമാരെ കൂടെ ഇരുന്നിട്ട് ഇച്ചുട്ടൻ പാടത്ത് നോക്കിയിരിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, അടിപൊളിയാണ്. കൊറ്റികളാണ് ഫുള്ളുള്ളത്. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തത് അപ്പം, പൊറോട്ട, ബീഫ് റോസ്റ്റ്, കൊള്ളി, ചെമ്മീൻ റോസ്റ്റ്, കൂന്തൽ റോസ്റ്റ്, പിന്നെ ഞണ്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ നടന്നു വന്നപ്പോഴാണ് അവിടെ ഗംഭീര പാട്ടാണ് കേട്ടോ ഏട്ടനും അനിയനും. മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല പരുന്തല്ല തിരകളല്ല ചെമ്മാനം വാഴണ തുഴയരയൻ അങ്ങേ കരയിലെ പള്ളിയുറങ്ങാൻ മൂപ്പരി പോണതാണേ. കാരിത്തക്കടി മുക്കിളി നാക്കിളി തൊട്ടു കളിക്കണ കടലിൻ കുട്ടികൾ അക്കരെ കൊച്ചുകി രാസന് തിരിച്ചു വരുന്നത് കണ്ട് മനക്കൊടി തൊട്ടി കടവില കൂട്ടണ താളത്തുന്തികളായി വിളിക്ക് പറയ ചിണ്ടകൾ മേടമടിച്ചു മുഴക്കും നേരം താകര. അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ എന്താ ഇച്ചുട്ടൻ നല്ല കളിയാണ് കേട്ടോ. ഇവിടെ മെറ്റലൊക്കെ വാരിയത് അപ്പുറത്ത് പറമ്പിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പോവാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോഴാണ് ആ തോട്ടത്തിൽ ചേച്ചീനെ കണ്ടത്. ഇവിടെ അടുത്ത് തന്നെ വീട്? കുറേ ആയോ ഇവിടെ? അതെ, അതെ. അങ്ങനെ ചേച്ചീനായിട്ട് സംസാരിച്ച് ഇറങ്ങി ഞങ്ങൾ പോവാൻ നോക്കുമ്പോഴാണ് അടുത്ത വീട്ടിലത്തെ ഒരു ചേട്ടനെ കണ്ടത്. ചേട്ടൻ്റെ അടുത്ത് അങ്ങനെ കുറേ നേരം സംസാരിച്ച് ഞങ്ങളങ്ങനെ ഇറങ്ങി. അങ്ങനെ പോണ വഴിക്ക് കരിമ്പ് ജ്യൂസ് കണ്ടു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കരിമ്പ് ജ്യൂസ് വേണം പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചു. അപ്പോഴേക്കും വാവയ്ക്ക് പോകേണ്ട ടൈമായി. അപ്പോൾ അവളെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നതാണ്. അങ്ങനെ വാവേനെ ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് പൂരം കണ്ടു.
അത് പൂരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെയിൽവേ ഗേറ്റിൽ പെട്ടു കേട്ടോ. അപ്പോൾ ഏട്ടന്മാർ ഞങ്ങൾക്ക് ഐസ്ക്രീം മേടിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു അമ്പലത്തിൽ ഗാനമേള ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ വന്നതാണ് കേട്ടോ ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഗാനമേളയൊക്കെ കണ്ടു. നന്നായിരുന്നു കേട്ടോ ഗാനമേള. നല്ല പാട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ ഇച്ചിട്ടൻ പാട്ടൊക്കെ കേട്ട് ഡാൻസൊക്കെ കളിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.